ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആവശ്യമില്ലാതെ പണം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പലരുടെയും എക്സ്പീരിയൻസ് ആണ്, ബാങ്കിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടാവും, ബാങ്കിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഇൻകം ടാക്സ് പിടിച്ചു വന്നോ, TDS പിടിച്ചു എന്നൊക്കെയാണ് അവർ പറയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എമൗണ്ട് പിടിക്കുക? ഈ എമൗണ്ട് പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇത് ഓൾറെഡി പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് UPI പേയ്മെന്റ്. കൂടുതൽ ആളുകളും എമൗണ്ടുകൾ സ്വീകരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലാണ്, അതുപോലെ ലോൺ കിട്ടുന്നത് ബാങ്കിലാണ്. ഗോൾഡ് പണയം വെച്ചാൽ പോലും അത് ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ ഇപ്പൊ ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ കിട്ടുന്ന പണം ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ വിഡ്രോ ചെയ്യാറുണ്ട്. അങ്ങനെ വിഡ്രോ ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതും ബാങ്ക് എമൗണ്ട് ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് TDS എന്നുള്ള പേരിൽ അടയ്ക്കുന്നത്. സേവിങ്സ് അക്കൗണ്ടിലും കറണ്ട് അക്കൗണ്ടിലും ക്യാഷ് വിഡ്രോളിന് അഗൈൻസ്റ്റ് ആണ് TDS ഡിഡക്ട് ചെയ്യുന്നത്. സേവിങ്സ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപയാണ് ക്യാഷ് വിഡ്രോവിന്റെ ലിമിറ്റ് വെച്ചിരിക്കുന്നത് TDS സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. 20 ലക്ഷം രൂപ കഴിയുമ്പോഴേക്കും TDS സ്റ്റാർട്ട് ചെയ്യും. 2% ആണ് നോർമലി. 20 ലക്ഷം മുതൽ 1 CR വരെ TDS, 1 CR കഴിഞ്ഞാൽ 5% ആണ്. എന്നാൽ ഇൻകം ടാക്സ് റിട്ടേൺ കഴിഞ്ഞ 3 വർഷം ഫയൽ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം TDS 20 മുതൽ 1 CR വരെ പിടിക്കില്ല. അതായത് 1 CR വരെ TDS പിടിക്കാതിരിക്കാൻ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതിയാവും. അതേസമയം കറണ്ട് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം 1 CR കഴിഞ്ഞിട്ടാണ് TDS വരുന്നത്. അതിലും ഇത് തന്നെയാണ് പ്രൊവിഷൻ വരുന്നത്. TDS കഴിഞ്ഞ 3 വർഷം ഫയൽ ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം TDS റേറ്റ് കുറവായിരിക്കും. അതുപോലെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ 20% ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് TDS ആയിട്ട് ഡിഡക്ട് ചെയ്യുന്നത്. അതുപോലെ പാൻ നമ്പർ കൊടുത്തിട്ടില്ല എങ്കിലും 20% ആയിരിക്കും. പാൻ നമ്പർ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പാൻ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പിടിച്ചിരിക്കുന്ന എമൗണ്ട് മൊത്തത്തിൽ പോയി എന്ന് വിചാരിച്ചാൽ മതി. അതേസമയത്ത് പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിന്റെ ലേറ്റ് ഫീ അടച്ച് ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. ഇത് പിടിക്കാതിരിക്കാൻ ഇത്രേ ചെയ്യാനുള്ളൂ. ഇൻകം ടാക്സ് റിട്ടേൺ കണ്ടിന്യൂസ് ആയിട്ട് ഫയൽ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ 1 CR താഴെയുള്ള ക്യാഷ് വിഡ്രോവലിനൊന്നും TDS പിടിക്കില്ല. അതുപോലെ തന്നെ മാക്സിമം ക്യാഷ് വിഡ്രോവൽ ഒഴിവാക്കുക. ബാങ്ക് ട്രാൻസ്ഫർ, മറ്റുള്ള പേയ്മെന്റ് എല്ലാം ബാങ്ക് വഴി തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഓൾറെഡി TDS പിടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. 2024-25 ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള നോർമൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞുവെങ്കിലും December 31 ബിലേറ്റഡ് റിട്ടേൺ ആയിട്ട് ചെറിയ ലേറ്റ് ഫീ അടച്ചുകൊണ്ട് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ TDS ഡിഡക്ട് ചെയ്ത എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കുന്നതാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.